നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തുലാപ്പെരുമഴയും മഴക്കെടുതികളും തന്നെയാണ് ഇന്നും വാർത്തകളിൽ നിറയുന്നത്. മഴ മുന്നറിയിപ്പുകളെല്ലാം മാറി മറിയുകയാണ്. മലയോര മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇടിമിന്നലുണ്ടായേക്കാം. എല്ലാവരും സൂക്ഷിക്കുക, സുരക്ഷിതരായിരിക്കുക. സംസ്ഥാനത്തെ ഇത്ര വലിയൊരു മഴക്കെടുതി അഭിമുഖീകരിക്കുമ്പോൾ കൗതുകകരമായ ഒരു റിപ്പോർട്ടാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ക്ലൗഡ് സീഡിംഗ് അഥവാ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സാധ്യതകൾ ഡൽഹി സർക്കാർ ആരായുന്നു. കാര്യം മറ്റൊന്നുമല്ല, അത്രയ്ക്കുമാണ് ഈ ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം അത്രയ്ക്കും ഡൽഹിയുടെ അന്തരീക്ഷം മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊരു ശമനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ക്ലൗഡ് സീഡിങ്ങിൻ്റെ സാധ്യതകൾ സർക്കാർ ആരായുന്നത്. ഒപ്പം സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറ്റൊന്ന് കൗമാര കായിക കേരളത്തിൻ്റെ കുതിപ്പിനായി ഇന്നിപ്പോൾ അരങ്ങുണരുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിച്ചു. ഇന്നും കനത്ത മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കടലാക്രമണത്തിനും സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയെന്ന പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കോടതി നടപടികൾ അടച്ചിട്ട മുറിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. അറസ്റ്റിന് സാധ്യത. നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. നാളെ ശബരിമലയിൽ ദർശനം നടത്തും. തീർത്ഥാടകർക്ക് നിയന്ത്രണം. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ഇന്ന് ട്രയൽ റൺ. അമേരിക്കയിൽ ഷട്ട് ഡൗൺ തുടരും. ധനാനുമതി ബിൽ തുടർച്ചയായ 11ാം തവണയും സെനറ്റിൽ പരാജയപ്പെട്ടു. അടച്ചുപൂട്ടൽ 21ാം ദിവസത്തിലേക്ക്. ശമ്പളം കിട്ടാതെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആദ്യഘട്ട മത്സരചിത്രം തെളിയുമ്പോഴും അഭിപ്രായ ഭിന്നത പരിഹരിക്കാനാകാതെ മഹാസഖ്യം. 9 മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ നേർക്കുനേർ മത്സരിക്കും. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജെഎംഎം. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 8 ദിവസത്തെ മേളയിൽ 20,000-ലധികം കുട്ടികൾ പങ്കെടുക്കും. മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ. റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് തുലാപ്പെയ്ത്ത് ശക്തമാണ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം വരും മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട്. വിനേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിനേഷ്, മഴ മുന്നറിയിപ്പുകളെല്ലാം ഇങ്ങനെ മാറി മറിയുകയാണ്. പക്ഷേ എന്തായാലും അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. മലയോര മേഖലകളിൽ, തീരപ്രദേശങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വപ്ന, ഇന്നലെ വൈകുന്നേരവും നല്ല മഴയുണ്ടായിരുന്നു. രാത്രിയിലെല്ലാം ശക്തമായ മഴയുണ്ടായത് കണ്ണൂരാണ്. പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും യെല്ലോ അലേർട്ട് ഇല്ല. മറ്റ് 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. അതിൽ പ്രധാനമായും ഈ തിരുവനന്തപുരം, അതുപോലെ തന്നെ എറണാകുളം, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ തന്നെ വലിയ തോതിലുള്ള ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത് കണ്ണൂരിലാണ്. ഇവിടെ മഴയും ശക്തമായി തുടരുന്നുണ്ട്. മലയോര മേഖലയിലുള്ളവരുടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം തന്നെ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകളോട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി രാത്രി 10 മണിക്കും അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്കും ഇടയിലുള്ള മലയോര മേഖലയിലുള്ള യാത്രകൾ ഒഴിവാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യാത്ര ചെയ്താൽ മതി എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. വേണ്ടി വന്നാൽ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മാറി താമസിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മഴ ശക്തമായി പെയ്യുകയാണ്. പക്ഷേ അതിലും കൂടുതൽ അപകടം ഇടിമിന്നലാണ്. ഇടിമിന്നൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യണം. പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. പുറത്താണെങ്കിൽ പോലും അതിൽ കൃത്യമായൊരു ജാഗ്രതയോടുകൂടി തന്നെ നീങ്ങുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും മഴ വരും മണിക്കൂറുകളിൽ കൂടാൻ തന്നെയാണ് സാധ്യത. ചക്രവാത ചുഴലി അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്.
ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വരും മണിക്കൂറുകൾ മഴ ശക്തമാവും. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ടായിട്ടുണ്ട്. എറണാകുളത്തെല്ലാം തന്നെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം ഉൾപ്പെടെ പറയുന്നത്. സ്വപ്ന. വിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു. ചക്രവാത ചുഴി അതിൻ്റെ ലെവൽ കൂടുന്നു. പെട്ടെന്ന് നമ്മൾ സാധാരണക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന സംശയമുണ്ടാകും. സാധാരണ തുലാവർഷം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചിമഘട്ട മലനിരകൾ കടന്നു വരുന്ന മേഘങ്ങൾ, അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ആ സൈഡിൽ നിന്ന് വരുന്ന ആ മേഘങ്ങളായി വരുന്ന അത് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് അത് തുലാവർഷമായി പെയ്യുന്നു. പക്ഷേ അതിനപ്പുറം ഈ തുലാവർഷത്തിൻ്റെ തീവ്രത ഇപ്പോൾ എന്തുകൊണ്ട് കൂടുന്നു എന്നത് സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോഴാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ശക്തി കൂടിയ ന്യൂനമർദ്ദം, അതിശക്ത ന്യൂനമർദ്ദം. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് ഈ അറബിക്കടലിന് മുകളിൽ വായു ചൂടാകുന്നു, അത് മുകളിലേക്ക് പോകുന്നു. ആ മേഖലയിൽ ആ പ്രദേശത്ത് അവിടുത്തെ വായുവിൻ്റെ മർദ്ദം വളരെ കുറവായിരിക്കും. ചുറ്റുമുള്ള കാറ്റ് വലിയ രീതിയിൽ ശക്തമായി ആ മേഖലയിലേക്ക് വരുന്നു. ശരിക്കും അങ്ങനെ ആ മേഖലയിലേക്ക് ഈ കാറ്റ് കറങ്ങി വരുന്നതിനാണ് നമ്മൾ ചക്രവാത ചുഴി എന്ന് പറയുന്നത്. അതിൻ്റെ സ്പീഡ് കൂടിയാണ്. ചക്രവാത ചുഴിയുടെ തീവ്രത കൂടുന്തോറുമാണ് അത് മർദ്ദമായി മാറുന്നത്. അത് കൂടുകയാണെങ്കിൽ അതിനെ തീവ്ര ന്യൂനമർദ്ദമെന്ന് നമ്മൾ പറയുകയാണ്. ശരിക്കും ഇത് സംഭവിക്കുന്ന ആ മേഖലയ്ക്ക് ചുറ്റും നല്ല കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും ഒക്കെ ഉണ്ടാകും. ഈ ചക്രവാത ചുഴി, അതായത് ആ മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്ക് വായു എല്ലാം വരുന്ന അത് ഒരു പ്രത്യേക രീതിയിലുള്ള കറക്കത്തിലൂടെയാണ് വരുന്നത്. അതിൻ്റെ എണ്ണം കൂടുകയാണെങ്കിലാണ് ഈ ചുഴലിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത്. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തുലാവർഷം എന്നതിനപ്പുറം ന്യൂനമർദ്ദം, തീവ്രമർദ്ദം, ചക്രവാത ചുഴി ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ എല്ലാവർക്കും കൺഫ്യൂഷൻ. എന്തായാലും നല്ല മഴയാണ്, എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. പ്രത്യേകിച്ച് മിന്നൽ, ഇടിമിന്നൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ എറണാകുളത്തും മഴ മുന്നറിയിപ്പ് തുടരുന്നു എന്ന കാഴ്ചയാണ്. ശക്തമായ മഴ പെയ്യുന്നു. കിരൺ ചേരുകയാണ്. കിരൺ, അതിതീവ്ര മഴ മുന്നറിയിപ്പൊക്കെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ സ്ഥിതി എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടടക്കം രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ് എറണാകുളം ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും കുറച്ചു സമയമായിട്ട് മഴ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ കാണുന്നത്. എന്നിരുന്നാൽ പോലും ഈ മുന്നറിയിപ്പ് തുടരുകയാണ്. ഇന്നും ജില്ലയിൽ യെല്ലോ അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ ഓറഞ്ച് അലർട്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നത്. മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് അനാവശ്യ യാത്രക്കടക്കം ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ തീരദേശ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ചക്രവാത ചുഴിയുടെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഏതായാലും ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. നിലവിലിപ്പോൾ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമായി തന്നെ തുടരാനാണ് സാധ്യത. മഴ മൂലം ഈ പുലർച്ചെ പെയ്ത മഴ മൂലം തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇവിടെ തന്നെയുള്ള തൊഴിലാളികൾ അവരുടെ ഒരു ശ്രമഫലമായിട്ട്, അതായത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കം മറ്റ് ഈ പരിസരത്ത് ജോലി ചെയ്യുന്ന ചില തൊഴിലാളികൾ അവർ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് നിലവിലിപ്പോൾ വെള്ളം ചെറിയ രീതിയിൽ തന്നെ അവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കാണകൾ ശുചീകരിക്കുന്നത് അത് തൊഴിലാളികൾ തന്നെ ആ ഒരു പ്രവൃത്തി ഏറ്റെടുക്കുകയും അത് അങ്ങനെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ ഇല്ലാത്ത രീതിയിൽ ഒരു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഇപ്പോൾ പെടുന്നത്. എന്നിരുന്നാൽ പോലും മറ്റ് സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇനി മഴ ശക്തമായാൽ വരും മണിക്കൂറുകളിൽ ഈ ഗതാഗത തടസ്സം അടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഈ വെള്ളക്കെട്ട് മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മുൻകരുതൽ വേണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സ്വപ്ന. മധ്യകേരളത്തിലടക്കം ശക്തമായ മഴ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി നമ്മുടെയൊക്കെ കൺമുന്നിൽ നടന്ന ആ ഒരു വലിയ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചാണ്. കണ്ടങ്ങിരിക്കെ ഇല്ലാതായ സ്വർണം ഉരുകി അപ്രത്യക്ഷമായി പോയ ഒരു കാഴ്ച. ഇനിയും പല കാര്യങ്ങളും നമുക്ക് അവിശ്വസനീയമായി തന്നെ തുടരുകയാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് റിപ്പോർട്ട്
ഹൈക്കോടതിയിൽ നൽകുന്നുണ്ട്. അതിൽ പറയുന്നത് ഈ സ്വർണം കവർന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയ ഗൂഢാലോചനയിലൂടെ തന്നെ എന്ന് അങ്ങ് ഉറപ്പിക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഇനിയും ഒരുപാട് ഇതെങ്ങും എത്തിയിട്ടില്ല. ഈ സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണം അത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ എങ്ങും എത്തിയിട്ടില്ല. ഏറ്റവും ചെറുമീനുകൾ മാത്രമാണ് ഇപ്പോൾ വലയിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരിക്കും SIT ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിലുള്ളത്? സ്വപ്ന, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തന്നെ ചിലർ കുടുക്കാൻ ശ്രമിക്കുന്നതാണെന്ന്. ആ ചിലർ ആരൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിനുള്ളിൽ ഉണ്ട് എന്നാണ് സൂചന. അതായത് ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അടക്കം പേരുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീളുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ മുതൽ ഈഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്നും അയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 സന്നിധാനത്തു നിന്നും ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ പാളികൾ 2 പേരാണ് ഏറ്റുവാങ്ങിയത്. അതിൽ ആദ്യം അതായത് 19-ാം തീയതി ഈ സന്നിധാനത്തു നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സന്നിധാനത്ത് നേരിട്ട് എത്തിയിരുന്നില്ല. അതിന് തൊട്ടടുത്ത ദിവസം R രമേശ് എന്ന് പറയുന്ന ആളാണ് മറ്റുള്ള സ്വർണ്ണപ്പാളികൾ ഈ സന്നിധാനത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇതിൽ അനന്തകൃഷ്ണ സുബ്രഹ്മണ്യത്തെയാണ് ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒപ്പം ഇരുത്തിയാണ് ഇയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ ഇരുവരും ട്രാക്ടറിൽ പമ്പയിൽ എത്തിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നും ബാംഗ്ലൂരിൽ എത്തിക്കുന്നു. അതിനുശേഷമാണ് ഹൈദരാബാദിലുള്ള നാഗേഷ് എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് ഈ സ്വർണ്ണപ്പാളി എത്തുന്നത്. അവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്നതിലേക്കാണ് SITയുടെ അന്വേഷണം നീളുന്നത്. അതിനുശേഷമാണ് കൽപേഷ് എന്ന് പറയുന്ന ഇയാൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിനായി എത്തിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സ്വർണ്ണ കവർച്ച തന്നെയാണ് ഈ സന്നിധാനത്ത് നടന്നിട്ടുള്ളതെന്ന് തന്നെയാണ് ഈ SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ളത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഈ സ്വർണം ഈ സന്നിധാനത്ത് നിന്നും മാറിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ വലിയ വ്യക്തികളിലേക്ക് ഈ അന്വേഷണം നീളുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സ്വപ്ന, തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി കവർച്ചയുടെ കഥയുടെ ചുരുൾ ഇങ്ങറ്റത്തു നിന്ന് അഴിയുന്നതേ ഉള്ളൂ. പ്രധാന കഥകളും കഥാപാത്രങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. നാഗേഷ് അടക്കം കൽപേഷ് അടക്കമുള്ളവർ ഇനിയും ആ അഴിമതി കടലിൽ നീന്തി തുടിക്കുകയാണ്. അവരിലേക്ക് എത്താൻ ഒരുപാട് ദൂരം ഇനിയും SITക്ക് സഞ്ചരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ദേവിക, ഒപ്പം ഈ ഒരുപാട് വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇന്നിപ്പോൾ രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നുണ്ട്. 4 ദിവസമാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതിയുടെ പരിപാടി എന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയൊക്കെയാണ് രാഷ്ട്രപതിയുടെ പരിപാടികളെല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? സ്വപ്ന, 4 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായാണ് ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ശബരിമല സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഈ കേരള സന്ദർശനത്തിന്റെ ഭാഗമായുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം 6:20 രാഷ്ട്രപതി വിമാനത്താവളത്തിലെത്തും, തിരുവനന്തപുരത്തെത്തും. അവിടെ വെച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കും. ഇന്ന് രാജ്ഭവനിലായിരിക്കും രാഷ്ട്രപതി തങ്ങുക. വൈകുന്നേരം ഈ ഗവർണർ സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നിലും രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഉച്ചയോടെയായിരിക്കും രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം, അതായത് 23-ാം തീയതി മുൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. രാജ്ഭവനിൽ വച്ച് നടക്കുന്ന ചടങ്ങിലാണ് ഇത്തരത്തിൽ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. അതിലും പങ്കെടുത്ത 24-ാം തീയതി വൈകുന്നേരമായിരിക്കും രാഷ്ട്രപതി മടങ്ങുക. സ്വപ്ന, ദേവികയാണ് വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതിയുടെ തിരുവനന്തപുരത്തെ പരിപാടികളുടെ. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻ ദേവൻ കൂടി ചേരുകയാണ്. കണ്ണൻ, ശബരിമലയിൽ സന്നിധാനത്ത് പമ്പയിലൊക്കെ നാളെയാണ് രാഷ്ട്രപതി എത്തുക. തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നിപ്പോൾ ട്രയൽ റൺ നടക്കും. വലിയ രീതിയിലുള്ള ഭക്തരുടെ നിയന്ത്രണമടക്കം ശബരിമലയിലും സന്നിധാനത്തും പമ്പയിലുമൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായും സ്വപ്ന, ശബരിമല സന്ദർശനം കണക്കിലെടുത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നാളെയാണ് ശബരിമലയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുക. നാളെ രാവിലെ 9:35 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇവിടെ നിലയ്ക്കലിൽ സജ്ജീകരിച്ചിട്ടുള്ള ഹെലിപ്പാഡിൽ ഇറങ്ങുക. 10:20 നിലയ്ക്കൽ നിന്ന് റോഡ് മാർഗമാണ് പമ്പയിലേക്ക് പോകുന്നത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും കെട്ടുനിറച്ച് മല കയറുക.
പ്രത്യേക ഗൂർഖ ജീപ്പിലാണ് ഈ രാഷ്ട്രപതി മല കയറുക. സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് ഈ ഗൂർഖ വാഹനം പോകുന്നത്. ഗവർണറും ഭാര്യയും പിന്നെ VN വാസവനും ഒപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 12 മണിയോടെയായിരിക്കും സന്നിധാനത്ത് രാഷ്ട്രപതി എത്തുന്നത്. ഇവിടെ ഉച്ചപൂജ കണ്ടു തൊഴുത ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും. ശേഷം ഉച്ചഭക്ഷണത്തിന് ശേഷം 3 മണിയോടെയായിരിക്കും പമ്പയിലേക്ക് തിരിച്ച് മലയിറങ്ങുന്നത്. ഇതിനുള്ള ട്രയൽ റൺ അടക്കം നടക്കുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സന്നിധാനത്ത് നിന്നുൾപ്പെടെ അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും മലയിറക്കുന്ന ഒരു രീതിയൊക്കെ സുരക്ഷയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ബറ്റാലിയൻ AIG അരുൾ B കൃഷ്ണയാണ് സന്നിധാനത്തെ സുരക്ഷയുടെ ചുമതല നോക്കുന്നത്. അതുപോലെ ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാൽ ആണ് പമ്പയിലെ ഈ സുരക്ഷയുടെ ചുമതലകളിലൊക്കെ നോക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പമ്പ ശബരിമല പാതയിലെല്ലാം ഈ വൃക്ഷങ്ങൾ മുറിച്ച് റോഡിലേക്ക് നിൽക്കുന്ന വൃക്ഷങ്ങൾ അടക്കം മുറിച്ചു മാറ്റുന്ന പരിപാടികളൊക്കെ നടന്നു. സ്വാമി അയ്യപ്പൻ റോഡിൽ ബാരിക്കേഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ദ്രുതകർമ്മ സേനയുടെയും ഡോഗ് സ്ക്വാഡിന്റെയും പിന്നെ സ്നേക് റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ പ്രത്യേക ടീമുകൾ ഈ കണ്ണൻ, രാഷ്ട്രപതിയോടൊപ്പം ഈ ഗവർണറും ഭാര്യയും കൂടി ഉണ്ടായേക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. അതെ, തീർച്ചയായും ഗവർണറും ഭാര്യയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ മല കയറുന്ന സമയം ഗൂർഖ ജീപ്പിലായിരിക്കും കയറുക. അത്തരത്തിൽ ആ സമയത്ത് ഗവർണറും ഭാര്യയുമാണ് ഈ രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടാവുക. അതിനായുള്ള ട്രയൽ റൺ അടക്കം നടക്കുന്നുണ്ട്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വനത്തിൽ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വനത്തിലും ഉൾവനത്തിലും അതുപോലെ പാതയിലും അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ തീർത്ഥാടകർക്കും അതുപോലെ നിയന്ത്രണം നാളെ ഏർപ്പെടുത്തും. പ്രത്യേകം അവിടെ അനധികൃതമായി ഒന്നും നിൽക്കാനോ അതുപോലെ തങ്ങാനോ യാതൊരു വിധത്തിലും അനുവദിക്കില്ല. കണ്ണനാണ് വിശദമായ റിപ്പോർട്ടുകളുമായി ഒപ്പം ചേർന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്താനായി എത്തുന്നു. 4 ദിവസം അവർ സംസ്ഥാനത്ത് നിൽക്കും. വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഇന്നടക്കം തിരുവനന്തപുരത്ത് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം തെളിഞ്ഞുവെങ്കിലും മഹാസഖ്യം ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. 9 മണ്ഡലങ്ങളിലാണ് പ്രതിപക്ഷ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത്. അതിനിടെ പ്രതിപക്ഷത്തിനെതിരെ അപ്രതീക്ഷിത നീക്കവുമായി ജാർഖണ്ഡ് മുക്തി മോർച്ച രംഗത്തെത്തി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജെഎംഎം തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിൽ ആർക്കും പിന്തുണ നൽകില്ലെന്നും രാഷ്ട്രീയ വഞ്ചനയാണ് RJD കാണിച്ചതെന്നും ജെഎംഎം നേതാക്കൾ പരാതിപ്പെടുകയാണ്. 2ാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മഹാസഖ്യത്തിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുന്തോറും വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയാണ് മഹാസഖ്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ജെഎംഎം കൂടി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ കോൺഗ്രസുമായി 9ഓളം സീറ്റുകളിൽ നേർക്കുനേർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം. ബീഹാർ തിരിച്ചുപിടിക്കുമെന്ന മഹാസഖ്യത്തിന്റെ മോഹം എത്രത്തോളം അകലെയാണ്? സ്വപ്ന, 1ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ തീയതി പിൻവലിക്കുന്ന തീയതി ഇന്നലെയാണ് അവസാനിപ്പിച്ചത്. അതിനുശേഷം 1314 സ്ഥാനാർത്ഥികളാണ് ഈ 1ാം ഘട്ടത്തിൽ 121 സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ളത്. 61 പേർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് പരസ്പരം മത്സരിക്കുന്ന ഒരു സീറ്റിൽ നിന്ന് RJD സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസും സമാനമായ രീതി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലും മഹാസഖ്യത്തിലും ഒരു പ്രതീക്ഷ അവർ നിലനിർത്തുന്നത്. അതായത് 2ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികയുടെ അത് പിൻവലിക്കേണ്ട സമയം എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. അതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ പരസ്പരം മത്സരിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് മഹാസഖ്യ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും 9 മണ്ഡലങ്ങളിലാണ് പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ 6 കോൺഗ്രസും RJDയും നേരിട്ട് മത്സരിക്കുന്നു. മറ്റ് 3 CPIയുമായിട്ടാണ് കോൺഗ്രസും RJDയും മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിള്ളൽ ഇപ്പോഴും ദൃശ്യമാണ്. BJP ഇത് ആയുധമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന സമയത്ത് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വ്യക്തമാക്കിയത് ഇത്തരം ഒരു ചെറിയൊരു മേൽക്കോയ്മ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പ്രത്യേകിച്ച് വോട്ടറധികാര യാത്രയൊക്കെ നടത്തിയൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു നേട്ടം RJD കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പിന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ അതല്ല അവസ്ഥ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് NDA എല്ലാ ശക്തിയും ഉപയോഗിച്ചുള്ള പോരാട്ടമാണ് ബീഹാറിൽ കാഴ്ചവെക്കുന്നത്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി 24-ാം തീയതി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടെ 2 റാലികളിൽ നേരിട്ട് പങ്കെടുക്കുകയാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന ഓളം തന്നെ
തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടി തന്നെ ഇനി എന്ത് മറുപടിയാണ് മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് JMM ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ജാർഖണ്ഡിൽ JMM കോൺഗ്രസ് RJD സഖ്യ സർക്കാരാണ്. 16 സീറ്റ് കോൺഗ്രസിനുള്ള ഒരു സംസ്ഥാനമാണ്. 33 സീറ്റ് അവിടെ JMM ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് മഹാസഖ്യം എന്നതിൽ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ ആ സ്ഥലത്താണ് ഇപ്പോൾ JMM ആദ്യം 6 സ്ഥാനാർത്ഥികൾ അവർ പ്രഖ്യാപിച്ചതാണ്. 2 സീറ്റ് നൽകാമെന്നുള്ളതായിരുന്നു മഹാസഖ്യത്തിലെ ധാരണ. അത് അംഗീകരിക്കാതെ വരികയും 6 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ആ 6 പേരെയും പിൻവലിക്കുകയാണ് JMM ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് തീരുമാനിക്കുകയും അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം JMMന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുമായി അവർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ. തെരഞ്ഞെടുപ്പിൽ വിട്ടുനിൽക്കുകയോ മത്സരിക്കാതിരിക്കുകയോ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷേ ഒരു മഹാസഖ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു പാർട്ടിക്കും പിന്തുണ, അത് പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിനായാലും ആർക്കും പിന്തുണ നൽകുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയട്ടെ എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ഏതായാലും NDA വ്യക്തമാക്കുന്നത് അത്തരം ചെറിയ പാർട്ടികൾ ഇത്തരം നിലപാടെടുക്കുന്നത് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം JMMന് ശക്തി സ്വാധീനമുള്ള സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ അവർക്ക് വോട്ട് കിട്ടാൻ ഉള്ള മേഖലകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാട് അവർ എടുക്കുമ്പോൾ അത് NDAക്ക് ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഒപ്പം തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് ഉണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും മറ്റു തർക്കങ്ങളും ഒക്കെ തന്നെ ഈ BJP ഇതര പാർട്ടികൾക്കിടയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് JMMന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നിലപാട് കൂടിയുള്ളത്. ഇനി ഏത് തരത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളതാണ് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുക. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുമായി ചേർന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ NDA നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം പൂർത്തിയാക്കി രണ്ട് പടി മുന്നിൽ തന്നെയാണ് ബീഹാറിൽ. അതേസമയം മഹാസഖ്യത്തിലെ പൊട്ടലുകളും ചീറ്റലുകളും ഒന്നും ഇനിയും അവസാനിക്കുന്നില്ല. എന്തായാലും 2ാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതോടുകൂടി ഇതിനെല്ലാം ഏതാണ്ട് ഒരു അവസാനമായേ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പാണ്. അമേരിക്കയിലേക്ക് എത്തുകയാണെങ്കിൽ ലോകം മുഴുവൻ ഭരിക്കാൻ എന്ത് മാർഗമെന്ന് അന്വേഷിക്കുകയാണ് അമേരിക്ക. ഇഷ്ടമുള്ള രാജ്യങ്ങൾക്ക് മേലെ ഉപരോധം, ഇഷ്ടമുള്ളപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു, അത് അവസാനിപ്പിക്കുന്നു. പക്ഷേ അമേരിക്കയിലെ സ്ഥിതി വളരെ മോശമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സർക്കാർ ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 21ാം ദിവസത്തിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു അടച്ചുപൂട്ടലിലേക്ക് അമേരിക്ക കടക്കുകയാണ്. പല ഉദ്യോഗസ്ഥർക്കും ശമ്പളം അടക്കമില്ല, ലീവിൽ പോകാനൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. കാര്യം മറ്റൊന്നുമല്ല, ധനാനുമതി ബില്ലാണ്. അത് 11ാം തവണയും ഈ സെനറ്റിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ധനാനുമതി ബിൽ പാസ്സായാൽ മാത്രമേ അടുത്ത കൃത്യ മാസത്തേക്കുള്ള ബജറ്റിനുള്ള ആവശ്യമായ പണമടക്കം ലഭിക്കുകയുള്ളൂ. ശമ്പളമടക്കം നൽകേണ്ടതാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലടക്കം ഇതിൻ്റെ ഒരു പ്രതിഫലനം ദൃശ്യമാണ്. എന്തായാലും ആകെ പെട്ടിരിക്കുകയാണ് അമേരിക്ക. സർക്കാർ ചെലവിനായുള്ള ധനാനുമതി ബിൽ ഇന്നും വോട്ടിനിടുകയും ആവശ്യമായ പിന്തുണ ലഭിക്കാതെ വന്നതോടെ ബിൽ വീണ്ടും പരാജയപ്പെടുകയുമായിരുന്നു. ബിൽ പാസ്സാകാൻ 100 അംഗ സെനറ്റിൽ 60 വോട്ടുകൾ ലഭിക്കണം. 7 ഡെമോക്രാറ്റുകൾ പിന്തുണച്ചാൽ മാത്രമേ ബിൽ പാസ്സാവുകയുള്ളൂ. നിലവിൽ ആരോഗ്യമേഖലയിൽ നൽകി വരുന്ന ധനസഹായം സംബന്ധിച്ചാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. ഇതിൽ ഒബാമ കെയറിന് നൽകുന്ന സബ്സിഡിയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഒബാമ കെയർ എന്നറിയപ്പെടുന്ന ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരവധി നികുതി ഇളവുകളാണ് നൽകുന്നത്. ഏകദേശം 20 മില്യൺ ആളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ഈ നികുതി ഇളവുകളുടെ കാലാവധി നവംബർ 1-നാണ് അവസാനിക്കുക. അതിനു മുൻപ് നികുതി ഇളവുകൾ നീട്ടിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് താങ്ങാനാകാത്ത രീതിയിൽ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കും. ഈ നികുതി ഇളവുകൾ ധനാനുമതി ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. എന്നാൽ ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നാണ് ട്രംപ് ഉൾപ്പെടെയുള്ള റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ വാദം. ഈ വിഷയത്തിൽ സമവായത്തിലെത്താൻ ഇരു പാർട്ടികളും തയ്യാറാകാതെ വന്നതോടെയാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലായത്. ലോകസമാധാനത്തിനായി അശ്രാന്തം പരിശ്രമിക്കുന്ന വ്യക്തിയാണ് താനെന്നും നേഷൻ ഫസ്റ്റ് എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ആവർത്തിച്ചു പറയുന്ന ട്രംപ് പക്ഷേ തന്റെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഡെമോക്രാറ്റുകളുടെ വാദം. നിലവിൽ അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് പ്രത്യേക ഫണ്ടിലൂടെ ശമ്പളം നൽകുന്നത്. മറ്റ് കേന്ദ്ര സർക്കാർ ജീവനക്കാരെല്ലാം അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. സർക്കാർ ഓഫീസുകളിൽ സേവനം ലഭിക്കാതെ സാധാരണക്കാരും വലയുന്നു. ദേശീയ പാർക്കുകൾ, മ്യൂസിയങ്ങൾ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 1981 ശേഷം 15ാമത്തെ അടച്ചുപൂട്ടലിനാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണ് നമ്മൾ. ഒരുക്കങ്ങളെല്ലാം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഓരോ മേഖലയിലും എന്തൊക്കെ വികസനം നടന്നിരിക്കുന്നു, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്, എന്താണ് ജനങ്ങൾ പറയുന്നത്, ജനപ്രതിനിധികൾ എന്താണ് പറയുന്നത്, ഓരോ വിവരവും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത ന്യൂസ് സജ്ജമാണ്. പ്രത്യേക പരമ്പര തുടരുകയാണ്, എൻ്റെ പഞ്ചായത്ത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കുമെന്നത് നാട്ടുകാർ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. നേരിയ മുൻതൂക്കത്തിന് UDF ആണ് പഞ്ചായത്ത് 5 വർഷം ഭരിച്ചത്. പക്ഷേ പുതിയ വാർഡുകൾ ഉൾപ്പെടെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഭരണം തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. വാശിയേറിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ 10 വാർഡുകളുടെ പിൻബലത്തിൽ UDF ആണ് ഭരണം നടത്തുന്നത്. തൊട്ടുപിറകിൽ 8 വാർഡുകളുമായി LDF ഉണ്ട്. ഇനി ആകെ 18 വാർഡുകളുള്ളതിൽ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 20 ആകും. അപ്പോൾ പോരാട്ടവും കടുക്കും. കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ ഭരണമാണ് കാഴ്ചവെച്ചെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ഭരണസമിതി തന്നെ ഭരിക്കും. അങ്ങനെ എന്തായാലും സാധാരണ 5 വർഷത്തിലാണ് പോകുന്നത്. അങ്ങനത്തെ രീതിയിലാണ് പോകല്. പിന്നെ ഇപ്പോൾ പുതിയ വാർഡിൻ്റെ ഇതൊക്കെ വന്നല്ലോ, എങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഈ ഭരണസ്ഥിതി തന്നെ തുടരാൻ ചാൻസ് ഇല്ല. കണ്ടത് കുഴപ്പമില്ല, പോരായ്മകളും ഉണ്ട്. 10-8 ആണ് നിലവിലെ കക്ഷി നിലയെങ്കിലും ഇതിൽ ഒരു വാർഡ് LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലാണ് നഷ്ടമായത്. നേരിയ വ്യത്യാസം കഴിഞ്ഞ തവണ ഒരു വാർഡ് നറുക്കെടുപ്പിൽ കൂടിയാണ് UDFന് കിട്ടിയിട്ടുള്ളത്. ഈക്വൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഈക്വൽ വോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നറുക്കെടുപ്പിൽ കൂടിയാണ് കിട്ടിയത്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 കോൺഗ്രസ്, 2 ലീഗ്, ഒരു ജമാഅത്തെ ഇസ്ലാമി, ഇങ്ങനെയാണ് UDF ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. CPI 1, CPIM 7. കാരശ്ശേരിയിൽ പ്രതിപക്ഷവും ശക്തരായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാത്തതുൾപ്പെടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് UDF. സെക്രട്ടറി തന്നെ ഇവിടെ ഇല്ലാതെ ഒരു 10ാമത്തെ സെക്രട്ടറിയാണ് ഇവിടെ വന്നു പോയത്. കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് സെക്രട്ടറിയേ ഇല്ലായിരുന്നു. 16ാം വാർഡിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ടെറഫ് നിർമ്മാണം പൂർത്തീകരിച്ചു. അതുപോലെ പാലിയേറ്റീവ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഓഫീസ് കെട്ടിടത്തിന് വേണ്ടിയിട്ട് നമ്മൾ 15ാം വാർഡിൽ നല്ലൊരു കെട്ടിടം നിർമ്മിച്ചു. വാർഡ് വിഭജനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ജനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എല്ലാ മേഖലയിലും, അത് കാർഷിക മേഖലയിലാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, പൊതുമരാമത്ത് മേഖലയിലാവട്ടെ, അങ്ങനെ പാലിയേറ്റീവ് മേഖലയിലൊക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2020 മുതൽ 2025 വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു അഴിമതി പോലും നടത്താത്ത, ഒരു അഴിമതിയുടെ കറ പോലും ഇല്ലാതെ, ഒരു ആരോപണം പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതേസമയം വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളെന്നാണ് LDF ആരോപണം. ഈ കഴിഞ്ഞ 5 വർഷം കാരശ്ശേരിക്ക് നഷ്ടപ്പെട്ട 5 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വികസന പ്രവർത്തനവും നടത്താത്ത, ഒരു ഗ്രാമീണ റോഡ് നന്നാക്കാത്ത, സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള 6 കോടി രൂപ ലാപ്സാക്കിയ ഒരു പഞ്ചായത്ത്. 22 വർഷത്തോളം LDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് 2010 മുതലാണ് UDFനോട് അനുഭാവം പ്രകടിപ്പിച്ചത്. എന്നാൽ 2015 LDF തിരിച്ചുപിടിച്ചു. 2020 ആകുമ്പോഴേക്കും വീണ്ടും ചിത്രം UDFന് അനുകൂലമായി മാറി. പുതിയ 2 വാർഡുകൾ കൂടെ ചേർക്കപ്പെടുന്നതോടെ LDF ഇപ്പോൾ പ്രതീക്ഷയിലാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും കൈവിടാതെ നോക്കാൻ UDFും കച്ചമുറുക്കുമ്പോൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പോരാട്ടവും കടുക്കും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ ഒരുപക്ഷെ ഏറ്റവും വലിയ വ്യത്യാസവും അതിനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാദേശിക തലത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളെ നയിച്ചവരാര്, തങ്ങളുടെ വികസനത്തിന് മുൻതൂക്കം നൽകിയവരാര്, തങ്ങളുടെ വികസന ആവശ്യങ്ങളുടെ മുഖം തിരിച്ചു പിടിച്ചവരാരെന്നൊക്കെ കൃത്യമായി ജനങ്ങൾ ക്ലിപ്പിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഏറ്റവും കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ നേരിടുന്നതും. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന ഉപജീവന സംരംഭങ്ങൾക്കുള്ള ധനസഹായ വിതരണം കൽപ്പറ്റയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ദുരന്തബാധിതരായ ജനതയുടെ ജീവിതം പുനർനിർമ്മിക്കാൻ സമാനതകളില്ലാത്ത ഇടപെടലാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ നിറവേറ്റുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്ത അതിജീവിതർക്ക് ഉപജീവന സംരംഭം ആരംഭിക്കാൻ കുടുംബശ്രീ മൈക്രോ പ്ലാനിലൂടെ 3.19 കോടി രൂപയാണ് കൈമാറിയത്. 234 കുടുംബങ്ങൾക്കാണ് ഉപജീവന ഫണ്ട് ലഭ്യമാകുന്നത്.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3.61 കോടി രൂപയും കുടുംബശ്രീ പദ്ധതികളിലൂടെ 1.65 കോടി രൂപയും ഉൾപ്പെടെ 5.20 കോടി രൂപയാണ് നൽകുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ദുരന്തബാധിതരുടെ വീടുകളിലെത്തി സർവേ നടത്തിയാണ് അതിജീവന സംരംഭ പദ്ധതികൾ തയ്യാറാക്കിയത്. ജനകീയ ഇടപെടലിലൂടെ മുണ്ടക്കയും ചൂരൽമലയും പുനർനിർമ്മിക്കുമ്പോൾ അതിൽ കുടുംബശ്രീ സമാനതകളില്ലാത്ത ഇടപെടൽ നടത്തിയെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഈ ദുരന്തബാധിതരെ ഉപജീവന മാർഗത്തിലേക്കും അതിജീവന പാതയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇത് സമാനതകളില്ലാത്ത ഇടപെടലാണ്. എങ്ങനെയാണ് ഏതൊരു ദുരന്തത്തെയും നമ്മുടെ നിശ്ചയദാർഢ്യവും കൂട്ടായ്മയും ഇച്ഛാശക്തിയും കൊണ്ട് മറികടക്കാൻ കഴിയുക എന്നാണ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന ഏതു ചുമതലയും വിശ്വാസ്യതയോടുകൂടി നിറവേറ്റുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ധൈര്യമായിട്ട് സർക്കാർ കുടുംബശ്രീയെ ചുമതലകൾ ഏൽപ്പിക്കുന്നതും ഇതുകൊണ്ടാണ്. മൈക്രോ പ്ലാനിൽ തൊഴിൽ അന്വേഷകരുടെ പുനരധിവാസം പ്രധാന ഘടകമായി ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 3 തൊഴിൽ മേളകളും പ്രാദേശിക മേളകളും സംഘടിപ്പിച്ചു. 73 പേർ വൈദഗ്ധ്യ നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കി. 161 പേരുടെ പരിശീലനം പുരോഗമിക്കുന്നുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിലെ 21 പേർക്ക് തൊഴിൽ ലഭ്യമാക്കി. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജില്ലാ ഭരണകൂടവും കുടുംബശ്രീയും സംയുക്തമായി ദുരന്തബാധിത കുടുംബങ്ങളിൽ നിന്നുള്ള 16 പേരെ മെന്റർമാരായി നിയമിച്ചു. 1 വർഷത്തേക്ക് ഇവരുടെ സേവനങ്ങൾക്ക് കുടുംബശ്രീ മുഖേന 27 ലക്ഷം രൂപയാണ് നൽകുന്നത്. അമൃത ന്യൂസ്, വയനാട്. നിങ്ങൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ എവിടെയുമാകട്ടെ ഏത് ജോലി ചെയ്യുമ്പോഴും ഒറ്റയ്ക്കാണോ ചിലപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടി വരിക? പക്ഷേ എന്ത് ജോലിയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചെയ്യുമ്പോൾ എന്താകും സംഭവിക്കുക? ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമൊക്കെയായ ശ്രീദത്ത് പിള്ള അതിനുള്ള വഴികൾ പറഞ്ഞു തരും. അദ്ദേഹത്തിലേക്ക്. നിങ്ങൾ രാവിലെ ഒരു എക്സാമിന് പോകാമെന്ന് വിചാരിക്കുക, ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു. ഇപ്പോൾ എൻ്റെ ലൈഫിൽ നടന്ന കാര്യമാണ്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ ഇത് കേൾക്കുന്ന ആൾ ഒരു കുട്ടിയാണെങ്കിൽ, എക്സാം എഴുതുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്താണ്, മോളെ നന്നായിട്ട് പഠിച്ചോ, പഠിച്ചതൊക്കെ റിലാക്സ്ഡായിട്ട് ഓർത്ത് നന്നായിട്ട് എഴുതണം, പെൻസിലോ പേനയോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ എപ്പോഴും ഒരു ഓണപ്പരീക്ഷ വരുമ്പോഴും ക്രിസ്മസ് പരീക്ഷ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷ വരുമ്പോഴും അതിലും വലിയ പരീക്ഷ വരുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ? അങ്ങനെ വേണം, പേരൻസ് നമ്മളെ എൻകറേജ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു പേരൻറ്റ് മോളെ ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികൾ നന്നായിട്ട് എഴുതിയോ. ചിലപ്പോൾ ചോദിക്കും, എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ കുട്ടിയാണോ ഫസ്റ്റ് വരുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ ചോദിക്കും. അതല്ലാതെ അങ്ങനെ ഒരു മറ്റുള്ളവരുടെ പെർഫോമൻസിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും ഭയങ്കര കോമ്പറ്റീറ്റീവാണ്, അല്ലെങ്കിൽ ഭയങ്കര സെൽഫിഷാണ്. റൈറ്റ്ലി സോ. നമ്മളിപ്പോൾ ഒരു രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങൾ ഉള്ള ഒരു രാജ്യം ലോകത്ത്, അവിടെ എന്തിൽ സർവൈവ് ചെയ്യണമെങ്കിലും നമുക്ക് കോമ്പറ്റീറ്റീവ് ആയേ പറ്റുള്ളൂ. ഒരു ബസ്സിൽ സീറ്റ് കിട്ടണമെങ്കിൽ പോലും നമുക്ക് ഇടിച്ച് കയറുകയും തള്ളി കയറുകയും വേണം, ഇല്ലാതെ വേറെ വഴിയില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു കോമ്പറ്റീറ്റീവ്നെസ്സിൻ്റെ ഒരു ഹൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു സബർബൻ ട്രെയിൻ ബോംബെയിൽ പോയി നോക്കിയാൽ മതി, മുംബൈയിൽ പോയി നോക്കിയാൽ മതി. അതിൽ കയറാൻ പെടുന്നൊരു പാട്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ആദ്യം ഇടിച്ച് കയറിയാലേ സീറ്റുള്ളൂ. അത് നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വേറൊരു കാര്യമാണ്. അതായത് പലപ്പോഴും അക്കാഡമിക്കലി വളരെ ബ്രൈറ്റായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് പലപ്പോഴും സബ്സിക്വൻറ്റ് കോർപ്പറേറ്റ് കരിയർ, അല്ലെങ്കിൽ ഏത് കരിയർ ആയാലും എസ്പെഷ്യലി കോർപ്പറേറ്റിൽ ആവറേജ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഫെയിലിയർ ആയി പോകുന്നു? എന്തുകൊണ്ടാണതെന്ന് ആലോചിക്കുമ്പം അതിന് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ പഠിച്ച് നമ്മൾ ബ്രില്യൻ്റായി വരുന്ന ഒരാൾ ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ എൻവയൺമെൻറ്റിൽ വരുമ്പം ദേ സ്ട്രഗിൾ. കാരണം മറ്റുള്ളവരായിട്ട് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു കലയാണ്, അല്ലെങ്കിൽ അതൊരു സ്കില്ലാണ്. അതെല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല. ഇപ്പം എനിക്ക് ബെസ്റ്റായിട്ട് ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ MBA ജോയിൻ ചെയ്തപ്പം, അല്ലെങ്കിൽ എൻ്റെ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ,
ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ഫാക്കൽറ്റി, ഞങ്ങളുടെ പ്രൊഫസേഴ്സിൻ്റെയൊക്കെ പലരുടെയും ഗ്രേഡിംഗ് സിസ്റ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം മോസ്റ്റ് ഓഫ് ദി എക്സസൈസസ് വർ ഡൺ ഇൻ ഗ്രൂപ്പ്സ്. ഞങ്ങളുടെ ഒരു വളരെയധികം എക്സസൈസുകൾ ഞങ്ങൾ ഗ്രൂപ്പിലായിരുന്നു. ഗ്രൂപ്പ് 4 പേരുടെ ഗ്രൂപ്പ്, 6 പേരുടെ ഗ്രൂപ്പ്, ചിലപ്പോൾ 8 പേരുടെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്താലും ചിലപ്പോൾ ഗ്രൂപ്പ് ആവറേജ് ആണെങ്കിൽ ആ ആവറേജ് ആയതിൻ്റെ പേരിൽ എൻ്റെ ഗ്രേഡിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. നേരെ തിരിച്ചും, ഞാൻ അത്ര നന്നായിട്ടല്ല ചെയ്തത്, പക്ഷേ ഗ്രൂപ്പ് ആസ് എ ഹോൾ ഡിഡ് വെൽ. അവരെ നന്നായിട്ട് ചെയ്താൽ, ഞങ്ങൾ നന്നായിട്ട് ചെയ്താൽ, ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് പെർഫോമൻസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയെന്ന് വരും. ദ പോയിൻ്റ് ഈസ് കമ്പൈനിങ് വെൽ വിത്ത് പീപ്പിൾ, ക്രോസ് കൾച്ചറൽ ആൾക്കാർ, പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ, പല ജീവിത ശൈലിയുള്ള ആൾക്കാർ, എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയൊരു ഒരു കാര്യമാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ലൈഫിൽ സക്സീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയാൽ മാത്രം പോരാ, നിങ്ങൾ എങ്ങനെ ടീമിൽ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെവിടെയാണ് തുടങ്ങുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 22 വയസ്സോ 23 വയസ്സോ 25 വയസ്സോ 20 വയസ്സായി നേരെ പെട്ടെന്നൊരു ദിവസം യു കെൻ നോട്ട് ചേഞ്ച് യുവർ സെൽഫ്, യു കെൻ നോട്ട് ട്രാൻസ്ഫോം യുവർ സെൽഫ്. അത് പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യം അല്ല. എത്രയും നേരത്തെ തുടങ്ങുന്നു, സ്റ്റാർട്ട് യങ്, അത് അത്രയും നല്ല കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ അത് ഫാമിലി തന്നെ തുടങ്ങുക. അതായത് ഫാമിലി മാത്രമല്ല, നമുക്ക് ക്ലബ്സ് ജോയിൻ ചെയ്യാം. സ്പോർട്ടിംഗ് ക്ലബ്ബ് ആവാം, അല്ലെങ്കിൽ ഒരു ആർട്സ് ക്ലബ്ബ് ആവാം, അല്ലെങ്കിൽ ഒരു വോളണ്ടിയറിങ് ആക്ടിവിറ്റി ആവാം, സ്കൂളിൽ എന്തെങ്കിലും ആകാം, അതെന്തും ആയിക്കോട്ടെ, ഒരു തിയേറ്റർ ഗ്രൂപ്പ് ആവാം. അപ്പം അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ മ്യൂച്വൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. യു ലേൺ ടു റെസ്പെക്റ്റ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്ന്, ജയിക്കുമ്പോൾ ഒരുമിച്ച് ജയിക്കുന്നു, തോൽക്കുമ്പോൾ ഒരുമിച്ച് ജയിക്കുന്നു, ആ ഇമോഷൻസ് ഒരുമിച്ച് ഷെയർ ചെയ്യുന്നു. ഗിവ് ആൻഡ് ടേക്ക് പോളിസി നമ്മളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, 2 പേര് 3 പേര് 4 പേര് എത്ര പേരായാലും ഒരുമിച്ച് വരുമ്പോഴത്തേനും അഭിപ്രായ ഭിന്നതകളുണ്ടാവും. അതെങ്ങനെ പരിഹരിക്കാം, മെച്യൂറായിട്ട് പരിഹരിക്കാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. ഈഗോ നമ്മൾ സബ്ജുഗേറ്റ് ചെയ്ത് യു സ്റ്റാർട്ട് ടു സീ ദ ലാർജർ പിക്ചർ. നമ്മളുടെ സ്വന്തം ഇൻട്രസ്റ്റ് പിന്നിലാക്കി ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ മുന്നിലേക്ക് വെക്കാനുള്ള ഒരു ഇത് പഠിക്കുന്നു. നാളെ ഒരു ലീഡർ ആകുമ്പം ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ചെയ്യുമ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓൾ ദി ബെസ്റ്റ്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് മുഹൂർത്ത വ്യാപാരത്തിൻ്റെ ദിവസം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹൂർത്ത വ്യാപാരത്തിൻ്റെ ദിവസമാണ്. ദീപാവലി ദിവസം പുതിയ ഓഹരികളൊക്കെ വാങ്ങാനുമൊക്കെ ഒരു ശുഭമുഹൂർത്തമായി ഒരുപക്ഷെ നിക്ഷേപകർ കാണുന്ന ഒരു ദിവസം. എങ്ങനെയായിരുന്നു? 1 മണിക്കൂറാണ് വ്യാപാരം എന്ന് തോന്നുന്നു. എങ്ങനെയാകും ഇന്നിപ്പോൾ വിപണിയെ നമ്മൾ കാണേണ്ടത്? ഇന്നും നാളെയും വിപണിക്ക് അവധിയാണ് എങ്കിൽ കൂടിയും ഇന്ന് മുഹൂർത്ത വ്യാപാരം നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുതൽ 2:15 വരെ 1 മണിക്കൂറാണ് മുഹൂർത്ത വ്യാപാരം. സമ്പത്ത് 2082 മികച്ച തുടക്കമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം ഇപ്പോൾ വിപണിയിലുണ്ട്. പ്രത്യേകിച്ചും IT മേഖലയിലും ബാങ്കിങ് മേഖലയിലും കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് ഓഹരി വിപണിയുടെ ഉയർച്ചയ്ക്ക് പ്രധാനമായി സഹായമാവുന്നുമുണ്ട്. മുൻനിര സൂചികയായ നിഫ്റ്റി 26,000 എന്ന പ്രധാന നിലവാരം ഇന്ന് ഭേദിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് അനുസരിച്ചുള്ള ഒരു നിക്ഷേപ താല്പര്യം ഇപ്പോൾ വിപണിയിലുണ്ട് താനും. ആഗോള സാഹചര്യങ്ങളും തൃപ്തികരം തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സമവായം ഉണ്ടായേക്കും എന്നുള്ളൊരു പ്രതീക്ഷ വിപണിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ നിക്ഷേപ താല്പര്യം ഉണ്ടായതും. മറ്റൊന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. അതും ഇനിയുള്ള ദിവസങ്ങളിൽ തുടരുകയാണെങ്കിൽ വിപണിയുടെ മുന്നേറ്റത്തിന് സഹായമാവുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ബാങ്കിങ് ഓഹരികളിൽ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് നിക്ഷേപ താല്പര്യം ഉണ്ടായത് ബാങ്കിങ് സൂചിക എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇനി അതിന് സമാനമായ രീതിയിൽ IT മേഖലയിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് സൂചികളെ പുതിയ നിലവാരത്തിൽ എത്തിക്കുന്ന സഹായമാവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു തുടർച്ച വിപണി ഉണ്ടാവണമെങ്കിൽ രണ്ടാം തരം ചെറുകിട ഓഹരികളിലും നിക്ഷേപ താല്പര്യം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യത്തിൽ അത്തരം ഓഹരികളിൽ കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ വിപണിയുടെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് രണ്ടാം തരം ചെറുകിട ഓഹരികളിലും നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണ് തീർച്ചയായും അത് വിപണിയെ പുതിയ നിലവാരത്തിൽ എത്തിക്കുകയും ചെയ്യും.
ദിലീപാണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വൈകിട്ട് 6 മുതൽ 7 മണി വരെയായിരുന്നു ഈ മുഹൂർത്ത വ്യാപാരം എന്നാണ് വ്യാപാരം സമയമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അപൂർവതയായിട്ടാണ് 1:30 മുതൽ 1:45 വരെയാണ് പുതിയ ഓഹരികൾ വാങ്ങാനൊക്കെയുള്ള ഒരു നല്ല സമയമായി പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാർ അതിനെ കാണുന്നത്. ആമസോണിൻ്റെ ക്ലൗഡ് വിഭാഗമായ ആമസോൺ വെബ് സർവീസസിൽ നേരിട്ട തകരാർ പരിഹരിച്ചതായി കമ്പനി വ്യക്തമാക്കുന്നു. കമ്പനി സർവീസിൽ തടസ്സങ്ങൾ നേരിട്ടതോടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളും ബിസിനസ്സുകളും ജനപ്രിയ വെബ്സൈറ്റുകളും ആപ്പുകളും തടസ്സപ്പെട്ടിരുന്നു. ഫോർട്ട്നൈറ്റ്, സ്നാപ്ചാറ്റ്, റോബിൻഹുഡ്, കോയിൻബേസ്, റോബ്ലാക്സ്, വെൻമോ തുടങ്ങി നിരവധി ആപ്ലിക്കേഷനുകളുടെ സേവനങ്ങളെ സാങ്കേതിക തകരാർ ബാധിച്ചു. തുടർന്നാണ് Amazon.com ക്ലൗഡ് സേവനം സാധാരണ നിലയിലായതായി കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതേസമയം AWS സേവനങ്ങളിൽ പ്രോസസ്സ് ചെയ്യാൻ കുറച്ചു മണിക്കൂറുകൾ സമയമെടുക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. തൻ്റെ ശാരീരികമായ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് വീൽ ചെയറിൽ മൂകാംബികയിലേക്ക് യാത്ര നടത്തുകയാണ് 49-കാരനായ ഇടവണ്ണപ്പാറ ഓമനൂർ സ്വദേശി കണ്ണൻ. നേരത്തെ 3 തവണ വീൽ ചെയറിൽ ശബരിമലയ്ക്ക് പോയ കണ്ണൻ ഇത് 2ാം തവണയാണ് മൂകാംബികയ്ക്ക് വീൽ ചെയറിൽ പോകുന്നത്. കോൺക്രീറ്റ് ജോലിക്ക് പോയിരുന്ന കണ്ണന് 2013-ലുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് കാല് മുറിക്കേണ്ടി വന്നത്. 6 വർഷത്തോളം പൂർണ്ണമായും കിടപ്പിലായതോടെ ഭാര്യയും 3 പെൺമക്കളും ഒരാൺകുട്ടിയും അടങ്ങുന്ന കണ്ണന്റെ കുടുംബത്തിന്റെ താളവും തെറ്റി. എന്നാൽ വിളയിൽ സ്കൂളിലെ NSS ചാർജുള്ള ഷമീറ ടീച്ചറുടെ നേതൃത്വത്തിൽ കണ്ണന്റെ കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. അവരോടുള്ള നന്ദി സൂചകമായാണ് കണ്ണൻ ആദ്യമായി വീൽ ചെയറിൽ ശബരിമലയ്ക്ക് പോയത്. ആദ്യ തവണ എടവണ്ണപ്പാറയിൽ നിന്നും ശബരിമലയിലെത്താൻ 22 ദിവസം എടുത്തു. പിന്നീട് 2 തവണ കൂടി ശബരിമലയ്ക്ക് പോയി. ഉത്സവപ്പറമ്പുകളിൽ ബലൂൺ വിൽപ്പനയാണ് കണ്ണന്റെ ഇപ്പോഴത്തെ ജോലി. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ നിന്നും മൂകാംബികയ്ക്ക് ഇത് 2ാം തവണയാണ് കണ്ണൻ യാത്ര തിരിച്ചിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നിന്നെല്ലാം നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെന്ന് കണ്ണൻ. എടവണ്ണപ്പാറന്ന് കാടാമ്പുഴയ്ക്ക് യാത്ര ചെയ്ത് അവിടുന്ന് കാടാമ്പുഴ ടു മൂകാംബിക, കാടാമ്പുഴന്ന് 16-ാം തീയതി ഉച്ചക്ക് യാത്ര തുടങ്ങി. ഇന്നൊക്കെ ഇവിടെ എത്തി. എത്ര ദിവസം പിടിക്കുന്നറില്ല നമ്മൾ മൂകാംബിക എത്താൻ. അപ്പോൾ ഒരു ആഗ്രഹം സാധിക്കണം. ആദ്യത്തെ പ്രാവശ്യം ഷമീറ ടീച്ചർ NSS ക്യാമ്പ് ഷമീറ ടീച്ചർ വീടുണ്ടാക്കി ഫസ്റ്റത്തെ കൊല്ലം ഒരു വീൽ ചെയറിൽ ശബരിമലയ്ക്ക് പോയി. ദിവസം ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ യാത്ര ചെയ്യും. ഒക്ടോബർ 16-ന് പുറപ്പെട്ട യാത്ര ഏതാണ്ട് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കി മൂകാംബികയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോഴിക്കോട്. ദീപാവലി മഹോത്സവത്തിന് വേദിയായി കൈമനം മാതാ അമൃതാനന്ദമയി മഠം ആഘോഷ പരിപാടികൾ ജുന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു. സംഗീതസന്ധ്യയും ഭക്ഷ്യമേളയും ആഘോഷത്തിന്റെ ഭാഗമായി. UAE-യിലെ ഇന്ത്യൻ പ്രവാസികൾ ദീപാവലി ആഘോഷ തിമിർപ്പിലാണ്. UAE രാഷ്ട്ര നേതാക്കൾ പ്രവാസികൾക്കും ലോകമെമ്പാടും ദീപാവലി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ നേർന്നു. ദുബായിൽ ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന മിക്ക സ്കൂളുകൾക്കും ഇന്നലെ അവധി നൽകിയിരുന്നു. ഇന്ത്യക്ക് പുറത്ത് ഒരുപക്ഷെ ദീപാവലി ആഘോഷത്തിന്റെ പൂർണ്ണത കാണണമെങ്കിൽ ദുബായിലെത്തണം. കരാമ, ബർദുബായ്, അൽഖിസൈസ് തുടങ്ങി ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ പ്രദേശങ്ങൾ മുഴുവൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ദീപാവലി വൈബിലാണ്. രാത്രി സമയത്ത് ഇവിടൊക്കെ എത്തിയാൽ ഏതെങ്കിലും ഇന്ത്യൻ നഗരപ്രദേശമാണെന്ന് തന്നെ തോന്നിപ്പോകും. അത്രയ്ക്കാണ് അലങ്കാരങ്ങളും ദീപാവലി ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങളും. UAE രാഷ്ട്ര നേതാക്കൾ ഇന്ത്യൻ പ്രവാസികൾക്കും ലോകമെങ്ങും ദീപാവലി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ നേർന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവർ ആശംസകൾ പങ്കുവച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദുബായ് ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക ആഘോഷങ്ങളുടെ പട്ടികയിലും ദീപാവലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ ദുബായ് ടൂറിസത്തിന് കീഴിലുള്ള ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ദീപാവലി ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. Things which you don't see in India, we see here. A community is taking a lot of efforts. Associations like Friends of India helps the community stay connected to the roots. Let me take this opportunity to wish all the viewers of Amrita TV a very happy Diwali. Enjoy, be happy. പ്രധാന വേദിയായ അൽസീഫിലും ഗ്ലോബൽ വില്ലേജിലും വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. പ്രശസ്ത കലാകാരന്മാരുടെ സ്റ്റേജ് ഷോകളും ഉണ്ടായിരുന്നു. ദുബായിൽ ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന സ്കൂളുകൾ പലതും ദീപാവലി പ്രമാണിച്ച് അവധി നൽകി. ചില സ്വകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ പ്രവാസി ജീവനക്കാർക്ക് അവധി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിനൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും ദീപാവലി ആഘോഷിക്കാനുള്ള അവസരം പലർക്കും ലഭിച്ചു. എല്ലാ പ്രവാസികൾക്കും അമൃത ന്യൂസിന്റെ ദീപാവലി ആശംസകൾ. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.
പലപ്പോഴും തോന്നാറുണ്ട് ഇത്തരം ആഘോഷങ്ങളെല്ലാം, അത് ഓണമാകട്ടെ ദീപാവലി ആകട്ടെ, അതിൻ്റെ അങ്ങേയറ്റം നൊസ്റ്റാൾജിക് ഫീലോടുകൂടി ആഘോഷിക്കുന്നത് ഒരു പക്ഷേ ഈ പ്രവാസികൾ തന്നെയായിരിക്കുമെന്ന്. ഓക്കെ, അടുത്ത റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ മാർഗദർശക് മണ്ഡലം കേരള ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധർമ്മസന്ദേശ യാത്രയ്ക്ക് മാതാ അമൃതാനന്ദമയി മഠം ഹൃദ്യമായ ആദരവ് നൽകി. മഠത്തിലെ മുതിർന്ന സന്യാസിനിമാരും ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ചേർന്ന് ധർമ്മസന്ദേശ യാത്രയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് മഠത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചായിരുന്നു സന്യാസ സമൂഹം മടങ്ങിയത്. വിവിധ ഹൈന്ദവ കൂട്ടായ്മകളുടെ നേതൃനിരയിലുള്ള സന്യാസിനിമാരാണ് ധർമ്മസന്ദേശ യാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി അമൃതപുരിയിലെത്തിയത്. ആശ്രമത്തിലെത്തിയ സന്യാസി ശ്രേഷ്ഠരെ പാതുക പൂജ നടത്തി തുളസിമാല അണിയിച്ചായിരുന്നു മഠം സ്വീകരിച്ചത്. മൂല്യച്യുതിക്കും അധാർമികതയ്ക്കുമെതിരെ മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് സന്യാസി ശ്രേഷ്ഠൻ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്ര നടന്നുവരുന്നത്. ഒക്ടോബർ 6 കാസർഗോഡ് നിന്ന് ആരംഭിച്ച ധർമ്മസന്ദേശ യാത്രയ്ക്ക് മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ ചിദാനന്ദപുരി സ്വാമിയാണ് നേതൃത്വം നൽകുന്നത്. നന്മയുടെയും സനാതനധർമ്മത്തിന്റെയും ഏകതയുടെയും കരുത്തിന്റെ സന്ദേശമാണ് ഈ യാത്ര പകർന്നു നൽകുന്ന വെളിച്ചമെന്ന് സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. ഹിന്ദു സമൂഹം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുകയല്ല വേണ്ടതെന്നും ഞാനും നീയുമല്ല നമ്മളാണ് ഉണ്ടാകേണ്ടതെന്നും സ്വാമി ഓർമ്മിപ്പിച്ചു. സാമുദായികമായ ഭിന്നതകൾ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കപ്പെടുന്നത്, ഇതൊന്നും ചർച്ചാ വിഷയമാക്കാതെ ഇതിനെയൊക്കെ പരിഹരിക്കാനുള്ള ഏകതയുടെ സന്ദേശം, കരുത്തിൻ്റെ സന്ദേശം, നമ്മുടെ ഗൃഹങ്ങളിൽ ആചരണം വേണം എന്നുള്ള സന്ദേശം, ഭാരതത്തിൻ്റെ ശരിയായ വേദത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സന്ദേശം, അത് നൽകിക്കൊണ്ടാണ് ഈ ധർമ്മസന്ദേശ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ രക്ഷാധികാരിയായുള്ള ധർമ്മസന്ദേശ യാത്ര 13 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. കേരളീയ ഹിന്ദു സമൂഹത്തെ അതിന്റെ തനിമയിലേക്കും ശക്തിയിലേക്കും ഉണർത്തുന്നതിനായി എല്ലാ ഹൈന്ദവ സംഘടനകളിലെയും പ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ധർമ്മസന്ദേശ യാത്ര. അമൃതപുരിയിലെ സന്യാസി സമൂഹത്തിനൊപ്പം ഏറെ നേരം ചിലവഴിച്ച് ആശയങ്ങൾ പങ്കുവച്ച ശേഷമായിരുന്നു ധർമ്മസന്ദേശ യാത്രയിലെ സന്യാസി ശ്രേഷ്ഠർ മടങ്ങിയത്. അമൃത ന്യൂസ്, കൊല്ലം. ധർമ്മസന്ദേശ യാത്ര ഇന്ന് വൈകിട്ട് 4:30 തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ഗാന്ധി പാർക്കിൽ സന്യാസിമാർക്ക് 101 കുട്ടികൾ പുഷ്പവൃഷ്ടി നടത്തും. തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ ജി സുരേഷ് കുമാർ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസികളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. രാവിലെ ഒരു ആക്സിഡന്റിന്റെ വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കോട്ടയം ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ സ്കൂട്ടർ അപകടത്തിൽ യുവാവ് മരിച്ചു. തൊടുപുഴ പെരുമ്പള്ളിച്ചിറ തോട്ടിപ്പറമ്പിൽ വീട്ടിൽ അജ്മൽ അജീംസാണ് മരിച്ചത്. ഇന്നലെ രാത്രി 7 മണിയോടെ കാഞ്ഞിരംകവലയിൽ നിന്ന് മുട്ടത്തേക്കുള്ള റോഡിൽ പാക്കാപ്പുള്ളിക്കും വടക്കം ഭാഗത്തിനും ഇടയിലുള്ള വളവിലാണ് അപകടമുണ്ടായത്. രാത്രി 7 മണിക്ക് ശേഷമാണ് റോഡരികിൽ സ്കൂട്ടർ മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പരിക്കേറ്റ നിലയിലായ അജ്മലിനെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മേലുകാവ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി സംഘടനയായ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഇത്തവണത്തെ ഓണാഘോഷവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ആഘോഷ പരിപാടിയിലും സദ്യയിലും 25,000-ത്തിലധികം പേരാണ് പങ്കുകൊണ്ടത്. വ്യവസായ മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായിരുന്നു. റോബോട്ടിക്കാന, പഞ്ചാരിമേളം, കഥകളി, പുലികളി എന്നിവ അകമ്പടി സേവിച്ച ഘോഷയാത്രയോടെയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷനായിരുന്നു. പ്രവാസികളുടെ സഹായത്തോടെ സംസ്ഥാനത്തുണ്ടായ വികസനം വ്യവസായ മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. അൽ ഇബ്തിസാമ സ്പെഷ്യൽ നീഡ്സ് സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. 25,000-ത്തിലധികം പേർക്കാണ് ആഘോഷത്തിന്റെ ഭാഗമായി വിഭവസമൃദ്ധമായ സദ്യ വിളമ്പിയത്. വിവിധ എമിറേറ്റുകളിലെ ഇന്ത്യൻ അസോസിയേഷനുകൾ പങ്കെടുത്ത പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സിതാര കൃഷ്ണകുമാറിന്റെ സംഗീത ബാൻഡായ പ്രൊജക്ട് മലബാറിക്കസ് അവതരിപ്പിച്ച സംഗീത വിരുന്നോടെയാണ് ആഘോഷ പരിപാടികൾ അവസാനിച്ചത്.
അമൃത ന്യൂസ്, ഷാർജ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇവരുടെയൊക്കെ ഓണാഘോഷം പ്രവാസികളെ പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് വരെ ഡിസംബർ വരെയൊക്കെ നീണ്ടു നിൽക്കുന്നതും നമ്മൾ കാണാറുണ്ട്. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ അക്കൗണ്ടിംഗ് പ്രൊഫഷനുകൾ സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനത്തിന്റെ ആദ്യഘട്ടം അടുത്ത തിങ്കളാഴ്ച മുതൽ നടപ്പിലാക്കി തുടങ്ങും. സൗദി വാണിജ്യ മന്ത്രാലയവുമായി സഹകരിച്ച് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അക്കൗണ്ടിംഗ് പ്രൊഫഷനുകളിൽ 5 അതിലധികമോ തൊഴിലാളികളെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങളിൽ 40% സൗദിവൽക്കരണമാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അക്കൗണ്ടിംഗ് പ്രൊഫഷനുകളുടെ സൗദിവൽക്കരണ പദ്ധതി പ്രകാരം 2026 ഒക്ടോബർ 27 നടപ്പാക്കുന്ന 2ാം ഘട്ടത്തിൽ നിർബന്ധിത സൗദിവൽക്കരണ അനുപാതം 50% വർദ്ധിപ്പിക്കും. 2027 ഒക്ടോബർ 27 മുതൽ നടപ്പാക്കുന്ന 3ാം ഘട്ടത്തിൽ 60%, 2028 ഒക്ടോബർ 27 നിലവിൽ വരുന്ന 4ാം ഘട്ടത്തിൽ 70% സൗദിവൽക്കരണമാണ് നടപ്പാക്കുക. അതേസമയം 5ൽ കുറവും 3-4 അക്കൗണ്ടന്മാരെ ജോലിക്ക് വെക്കുന്ന സ്ഥാപനങ്ങൾക്ക് 5ാം ഘട്ടത്തിൽ 30% സൗദിവൽക്കരണം നിർബന്ധമാക്കും. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഒളിമ്പിക്സ് മാതൃകയിലുള്ള 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുതലയും 28 വരെയാണ് കായികമേള സംഘടിപ്പിക്കുന്നത്. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമാകും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാന താരം IM വിജയൻ, മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും. പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, MP-മാർ, MLA-മാർ, മറ്റ് ജനപ്രതിനിധികളടക്കം ചടങ്ങിൽ പങ്കെടുക്കും. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് മേളയുടെ ബ്രാൻഡ് അംബാസിഡർ. ചലച്ചിത്ര താരം കീർത്തി സുരേഷ് മേളയുടെ ഗുഡ്വിൽ അംബാസിഡറാണ്.